ഹലോ, ഇന്ന് നമ്മളൊരു പാനിപ്പൂരിയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് ഒരു ഗ്ലാസ് പട്ടാണി, 4 പൊട്ടാറ്റോ. പട്ടാണി ഞാൻ ഒരു ദിവസം മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ട് ഒരു 5-6 വിസിലിട്ടിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ പാനിപ്പൂരിയുടെ മസാല നോക്കാം. മസാല മീൻസ് എന്താ, അതിൽ ആ വെള്ളമില്ല, പച്ച കളർ, ഗ്രീൻ കളർ, അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. മല്ലിയില, പുതിന ഇല ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക്, കുറച്ച് വെള്ളം ഇട്ടിട്ട് നമുക്കിതിനെ മിക്സിയിലൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 6 ആൾക്ക് ഇത് ചെയ്യുന്നതാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചാട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ചാട്ട് മസാല ആണ് ഞാൻ ആഡ് ചെയ്തിരുന്നത്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാനിപ്പൂരിയുടെ ആ ഒരു ഗ്രീൻ വെള്ളം റെഡിയാണ്. ഇനി നമുക്ക് പുളി ഞാനൊരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലൊന്ന് അരിച്ചെടുക്കാം. നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ പുളിവെള്ളം ഇവിടെ റെഡിയാണ്. ഈസി ആയ ഒരു റെസിപ്പി കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ പൂരി ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് വേഗം ഫ്രൈ ചെയ്ത് കിട്ടും. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് ഈ പാനിപ്പൂരിയുടെ പൂരി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പൂരി റെഡിയാണ്. നേരത്തെ നമ്മൾ കുക്കറിൽ വെച്ച പട്ടാണിയും പൊട്ടാറ്റോ ഇല്ല, അതൊന്ന് സ്മാഷ് ചെയ്തിട്ട് ഒരു ബൗളിൽ ഇട്ട് വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു പാനിപ്പൂരി. വീട്ടിലത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പൂരി എടുക്കുക, അത് പൊട്ടിച്ചിട്ട് പട്ടാണിയും പൊട്ടാറ്റോ അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പുതിനയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പുളി വെള്ളം 1 ടേബിൾ സ്പൂണ്. ഇനി നമുക്ക് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.